ഹലോ, വെൽക്കം ടു അജി കിച്ചൻ. ഞാൻ ഇന്നൊരു പാവയ്ക്ക കൊണ്ടൊരു ഒഴിച്ചുകറി ഉണ്ടാക്കാൻ പോവുകയാണേ. അതിന് വേണ്ടിയിട്ട് ഒരു പാവയ്ക്ക, ഞാൻ 2 പാവയ്ക്ക എടുത്തതാണ്, പക്ഷേ ഉപയോഗിച്ചില്ല. ഞാൻ ഒറ്റ പാവയ്ക്ക എടുത്തിട്ടുള്ളേ. ഒരു പാവയ്ക്ക ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ട് 2ആയിട്ട് പിളർന്നിട്ട് ആ പിളർന്ന സംഗതി തന്നെ പിന്നെ 1, 2, 3 കണ്ടിച്ചിട്ട് തന്നെ അങ്ങനെ ഒരു പാവയ്ക്ക കഷ്ണിച്ച് വെച്ചിട്ടുണ്ട്. ഒരു 3 പച്ചമുളക് അരിഞ്ഞത്, വലിയ എരിയില്ലാത്ത പച്ചമുളക്. പിന്നെ ഒരു കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 4 കഷ്ണം വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്. ചെറിയ 2 സവാള, വലിയ സവാള ആണെങ്കിൽ 1 മതിയേ, അത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമുക്കിത് തുടങ്ങാം. ചട്ടി അടുപ്പി വെച്ചു. അജി കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത്, ലൈക്ക് ചെയ്ത്, ഫോളോ ചെയ്ത്, ഷെയർ ചെയ്യാൻ മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ വളരെ നന്ദിയുണ്ട്. ഈ ചട്ടിയിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കേ, മതി. എണ്ണ ഒന്ന് ചൂടാവട്ടെ. എണ്ണ ചൂടായി. ഇതിനകത്ത് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തേ. നമ്മളെ കടുകെല്ലാം പൊട്ടി വരുന്നുണ്ട്. അതെല്ലാം നല്ല പൊട്ടണം, അല്ലാതെ പൊട്ടാതെ നിന്ന് ടേസ്റ്റ് വരില്ല കറിക്ക്. ഈ പൊട്ടിയ കടുകിലോട്ട് വെളുത്തുള്ളി ചതച്ചതില്ലേ, അതിട്ട് കൊടുക്കുക. തീ കുറയ്ക്കട്ടെ. എന്നിട്ട് ഇതിനകത്ത് ഒരു ശകലം കായപ്പൊടി, ശകലം ഒരു 1/4 ടീസ്പൂണോളം ഉണ്ട്. ഇനി ഇതിനകത്ത് ഈ പാവയ്ക്ക പച്ചമുളക്, ഈ സവാള, കൊച്ചുള്ളി ഉണ്ടെങ്കിൽ, എൻ്റെ കൊച്ചുള്ളി ഇല്ലായിരുന്നേ, കൊച്ചുള്ളി ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. ഇതിനകത്ത് 2 കറിവേപ്പില ഇട്ട് കൊടുക്കും. ഇതിനകത്ത് കുറച്ച് ഉപ്പ്, ഇതിനാവശ്യത്തിനുള്ള ഉപ്പ്. ഇതങ്ങ് വലുതായിട്ടങ്ങ് ഫ്രൈ ആവുകയോ ഒന്നും വേണ്ട. ചെറിയൊരു വഴന്ന് വരത്തില്ലേ, ആ രീതിയിലായാൽ മതിയെ. ഫ്രൈ ആക്കണ്ട. ഒന്ന് നമുക്ക് കവർ ചെയ്ത് കൊടുക്കാം. തീ എന്നിട്ട് കുറച്ച് കൊടുക്കാം. തീ സിമ്മിലിട്ടിട്ടുണ്ട്. 2 മിനിറ്റ് ഇങ്ങനെ കിടക്കട്ടെ. നമ്മളെ പാവയ്ക്ക നോക്കേ. ഒരു 1.5 മിനിറ്റ് ആയതേ ഉള്ളൂ, 2 മിനിറ്റ് ആയിട്ടില്ലേ. അധികം അങ്ങ് വേവണ്ട. ഇനി ഇതിനകത്ത് ഞാനൊരു 2 തക്കാളി അതരിഞ്ഞത് ഇട്ട് കൊടുക്കേ. തീ കൂട്ടിയിട്ട് കൊടുക്കും. ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇനി ഇതുപോലെ ഇതും നമുക്കൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. തീ വീണ്ടും കുറയ്ക്കാം. തീരെ അങ്ങ് കുറയ്ക്കണ്ട. എന്നിട്ട് ഇടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി. ഒരു മീഡിയത്തിനും താഴെ ഇട്ടാൽ മതിയേ. നമ്മുടെ പാവയ്ക്ക വാടുന്ന സമയം കൊണ്ട് നമുക്കിന്നൊരു അരപ്പുണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പം പുളിയുടെ പേസ്റ്റ് ഉണ്ടായിട്ട് ഞാൻ അതാ ഒഴിക്കുന്നത്. അല്ലെങ്കിൽ ഒരു നാരങ്ങ വലിപ്പത്തിനുള്ള
പുളിയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമേ. ഒരു ടേബിൾ സ്പൂൺ പുളി, ഒരു 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, പിന്നെ ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇച്ചിരി കുറച്ച് വെള്ളം ഒഴിക്കാം. ഇതിവിടെ ഇരിക്കട്ടെ, നമുക്കിത് നോക്കാം. തക്കാളിയൊക്കെ നല്ല വെന്തിട്ടുണ്ടേ. പാവയ്ക്ക വെന്തു. ഇനി ഇത് ഒഴിച്ചെടുക്കുന്നത് വേവിക്കായി. ഈ അരപ്പില്ലേ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. കുറച്ചുകൂടെ വെള്ളം ഒഴിക്കാം, കാര്യം പാവയ്ക്കൊക്കെ വേവണ്ടേ. നമുക്ക് തീ ഒന്ന് കൂട്ടിയിട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഇനി ഇത് കിടന്ന് വേവട്ടെ, ഒരു 3-4 മിനിറ്റ് കിടന്ന് വേവട്ടെ. നമ്മുടെ പാവയ്ക്ക കറി എന്തായെന്ന് നോക്കേ. ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞു കേട്ടോ. പാവയ്ക്കൊക്കെ വെന്തിട്ടുണ്ട്. ഇതിനകത്ത് ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടിയെ. പാവയ്ക്കയ്ക്ക് കയ്പ് ഒന്നുമില്ല. ഒന്നുകൂടെ ഇത് 1 മിനിറ്റ് കൂടെ ഒന്ന് കിടക്കട്ടെ. കവർ ചെയ്ത് കൊടുക്കേ. നമ്മുടെ പാവയ്ക്ക കറി. ഇനി ഇതിനകത്ത് ഒരു ചെറിയൊരു കഷ്ണം ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ടേ. ഇതൊന്ന് ശർക്കരയൊന്ന് അരിയട്ടെ. ഇത് കല്ലും മണ്ണൊന്നും ഇല്ലാത്ത ശർക്കരയാണ്. ശർക്കരയും കൂടെ ഒന്ന് അലിഞ്ഞിട്ട് നമുക്ക് ഉപ്പ് നോക്കേ. ഉപ്പ് ഇടേണ്ടി വരും, കാര്യം പുളിയൊക്കെ ഇട്ടല്ലേ, പുളിയും മധുരവും ചെറിയ മധുരേ കാണുമോ. നമ്മുടെ കറി നോക്കേ. നല്ല സൂപ്പർ കറി. ഇനി ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കട്ടെ. അടിപൊളി കറി, പക്ഷേ അല്പം ഉപ്പിൻ്റെ കുറവുണ്ട്. ഇത്രയും മതിയേ. കയ്പൊന്നുമില്ല, ഒരു നേരിയ കയ്പ്, ഒരു സുഖമുള്ളൊരു കയ്പ്. അത് നല്ല ഒരു അടിപൊളി, ചോറിനൊക്കെ നല്ല പറ്റിയ കറിയായത്.
ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യേ, പാത്രത്തിലോട്ട് എടുക്കട്ടെ. നമുക്കിതൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റേ. കണ്ടില്ലേ, സ്വാദിഷ്ടമായ പാവയ്ക്ക ഒഴിച്ചുകറി. അടിപൊളി ടേസ്റ്റാണ്. ഇത് മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട സാധനമാണ്. ചോറിനൊക്കെ നല്ല ടേസ്റ്റായിട്ട് നമുക്ക് ചോറ് കഴിക്കാം. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് എൻ്റെ ഫീഡ്ബാക്ക് പറയണേ. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം.